എൻ്റെ പുള്ളൂർക്കുടം പോലെ തേങ്ങി. സൗണ്ട് കുറവേക്കല്ലേ, സൗണ്ട് കുറച്ച് പോകണം. നല്ല സൗണ്ടാ, കുഴപ്പമില്ല. ഇവിടെ ആൾക്കാര് എക്കോ ഫോൺ ഉണ്ടോ? വിളിച്ചിട്ടുണ്ടാണ്. എക്കൊന്നുമില്ല. അല്ല ഞാൻ ഓർത്തത് എക്കോ ഉണ്ടോ അവിടെ. നാട്ടിലോട്ട് ഫോൺ വിളിക്കുവായിരിക്കും ഇല്ലയോ? നാളെ ഒരാൾ വിളിക്കുന്നുണ്ട്. അവരൊക്കെ ഓലെ ഫോൺ ശല്യപ്പെടുത്താൻ വിളിക്കട്ടെ. അപ്പൊ നമ്മൾ വല്ല പാടിയതേ അവർക്ക് ശല്യമില്ല. അവരൊക്കെ വിളിക്കട്ടെ ഫോണ്. അതെ, വിളിക്കട്ടെ 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 വിളിക്കട്ടെ. ഇതാരാണ്? കൂണ് കറിയാ? മഷ്റൂം മഷ്റൂം മഷ്റൂം. എന്താ അനില ചേച്ചി ഹൈലൈറ്റ് ആക്കിക്കോന്ന് പറയുന്നത് ആ പാട്ടോ? അയ്യോ, അത് ആക്കിയില്ല, ഞാൻ വിട്ടുപോയി. ഞാനേ 2 ദിവസമായി കൂണ് വാങ്ങിച്ചു വെച്ചിട്ടെ, ഇന്ന് അത് കറി വെക്കാനൊത്തുള്ളൂ. ശരി. അങ്ങനെയാണ് കാര്യങ്ങൾ. ഹായ് ഹായ് പെങ്ങളെ. രാജ് ബ്രോ, ലൈവിലേക്ക് സ്വാഗതം. മലയാളം വന്നല്ലോ. ഇടയ്ക്കിടയ്ക്ക് മലയാളം വരും. രാജ് ബ്രോ മലയാളമായിട്ട് വന്നേ. ഞാൻ ഇടുമ്പോ മലയാളം പറഞ്ഞ്, ഞാൻ ഇതിന് മലയാളം വന്നീന്ന്. ഏ എന്ത് മലയാളാവും? ഞാൻ എഴുതുമ്പോ മലയാളിക്കാരൻ വരിക. ആണോ? ഉം. മുതലാളി വന്നു. അതെ, കൊച്ചു മുതലാളി വന്നു. ലൈവിലേക്ക് സ്വാഗതം. രാജ് ബ്രോ അപ്പൊ ഫുഡ് അപ്പൊ കേറുന്നുണ്ടോ? ആരും കേറുന്നുണ്ടോ? ആരെയും കേറുന്നുണ്ടോ? രാജ് ബ്രോ ഇന്ന് എന്തോ പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ദാരച്ചെപ്പൊക്കെ വൈകുന്നേരം എന്നോട് പറഞ്ഞായിരുന്നു. രാജ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം. കേറുന്നു ഗൈസ്. ഇന്നിപ്പോ രണ്ടാമത്തെ ടുഗതറിലെ വൈകിട്ട്. ഇക്കായിക്ക് ഫുഡ് കഴിക്കാൻ സമയമായോ? ആ ഫുഡ് കഴിക്കാൻ പോകാനായിക്കണ്. ഇന്നിപ്പോ രണ്ടാമത്തെ ടുഗതറാണേ വൈകിട്ട്. നാളത്തെ ടുഗതറിൽ കയറിയ കുറച്ച് നേരത്തെ. നാറടെ കയറി. അത് വേറെ, അത് ഇവിടെ അല്ല, സൗദിയിലുള്ള ആളാണ്. നമുക്ക് വേൾഡ് അല്ലേ, വേൾഡ് ആളല്ലേ. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ പുറത്തല്ലേ കൂടുതൽ. രാജ്യവ്യാപകമായിട്ട് ഞാൻ കേറുന്നില്ല കണ്ട. രാജ് ബ്രോ കാല് മാറി. മനുഷ്യ മുഖം കാണിക്കണ്ട, ക്യാമറ ഓഫ് ചെയ്ത് വെച്ചിട്ട് കയറിയാൽ മതി. എന്നാണ്ട് കാക്ക കയറിയതിന്റെ കൂട്ട്. എന്റെ മുഖം കാണാൻ കൊള്ളത്തില്ല, പ്രകാശം പറയും പോലെ മുഖം കാണാൻ കൊള്ളത്തില്ല. മേക്കപ്പ് ഇട്ടിട്ട് കയറാം. മേക്കപ്പ് ഇട്ടോണ്ട് വാ, ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഞാൻ ലിഫ്റ്റിക്ക് ഇടാൻ മറന്നു, അത് ഞാൻ മുഖം കാണിക്കാത്ത. ഞാൻ മുമ്പേ ലിപ്സ്റ്റിക് ഒന്നും ഇടാതെ വന്നു. ഇവര് ചോദിച്ചു കുളിച്ചില്ലയോന്നേ. ഞാൻ പിന്നെ പോയി കുറച്ച് പൗഡറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഇട്ടൊക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോ ലുക്ക് മാറി, പൗഡറൊക്കെ ഇട്ട് വന്നപ്പോ. ശരി. ഇവിടെ ഇരിക്കാം. ആരും നേരെ കുറെ ആൾക്കാരുണ്ട്. ആരും താഴെ ഇറങ്ങുന്നില്ല. 6 ആളെ കാണണ്ടല്ലോ. ലാസ്റ്റ് എന്തി എവിടെ പോയി? മേക്കപ്പ് ഇട്ടിട്ട് കയറാന്നാ പറഞ്ഞു. അയ്യോ, ഇന്നലെ സന്തോഷ് ചേട്ടൻ വന്നായിരുന്നു. സന്തോഷ് ചേട്ടൻ പാടിക്കൊണ്ടിരുന്നു ഇന്നലെ. എന്റെ എന്നാ 11:30 വരെ സൂപ്പർ ഞങ്ങൾ പാട്ട്, പാടി. സൂപ്പർ പാട്ടായിരുന്നു. ഉം കലശപ്പെട്ടു. ചേട്ടൻ നല്ല നല്ല ഗായകനാ. അവിടെ ഫോൺ വിളിക്കുന്ന സൗണ്ടായില്ലേ? അതാണേ. നിങ്ങളവിടെ പാടുക, പാട്ടിന്റെ കോൺട്രസേഷൻ പോകും. ഒരു മാപ്പിള നമ്മളാണത് സോങ് പാടാൻ. മാപ്പിള സോങ് ആണ്, എന്നാ സിനിമ സോങ് ആണ്. അത് പാടിയ രണ്ടും കൂടി ആയിട്ട്. എന്റെ കൽബിൽ അറിയാം. എന്റെ കൽബിലെ വെണ്ണി, അത് മാപ്പിള പാട്ടല്ലല്ലോ. നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചിരുന്നു മുല്ല മൊട്ടിലോറും അത്തറന്ന് വേണ്ടേ, അത്തറന്ന് വേണ്ടേ, എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. ഇനി ഒരു ചെറിയ അത് പാട്ടൊക്കെ പാടിക്കൊണ്ട് ഞാൻ ഇറങ്ങണേ. അത് മറ്റുള്ള കേറാ പറയുന്നുണ്ട്. ഞാൻ കേറട്ടെ എന്ന് പറയുന്നുണ്ട്. അന്നത്തെ ആ ഹിറ്റ് സിനിമയായത് ക്ലാസ്മേറ്റ്. ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ക്ലാസ്മേറ്റ്സ് ഇറങ്ങിയത്. ശരി. അന്ന് ഒരു പ്രത്യേക പടമൊക്കെ. ഞങ്ങൾ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഫിലിം ഇറങ്ങിയത്. അത് വല്ലാത്തൊരിതായിരുന്നു. മാണിക്ക മലരായ പൂവി മഹതിയാം ഖദീജ